Hello friends, welcome back to my YouTube channel Glimpse of English. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഞാൻ പ്രപ്പോസിഷൻ്റെ ഇൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓണും അറ്റും ആണ്. എങ്ങനെയാണ്, എന്താണ് ഓണിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ അറ്റിൻ്റെ ഉപയോഗവും. ഫസ്റ്റ് നമുക്ക് ഓണിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ബോർഡിൽ കുറേ സെൻറ്റൻസുകളും കുറേ ചതുരങ്ങളിൽ കുറേ ട്രിക്ക് എഴുതി വെച്ചേക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി തന്നെ ഓൺ എന്നത് ലെഫ്റ്റ് സൈഡിൽ നോക്കുക. മുകളിൽ എന്നാണ് അർത്ഥം. മുകളിൽ. ഓൺ എന്നാൽ മുകളിൽ എന്നാണ്. നിങ്ങൾക്ക് ഈ എഴുതിയിരിക്കുന്നത് മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഓൺ എന്നാൽ മുകളിൽ എന്നാണ്. എവിടെയൊക്കെയാണ് സാധാരണയായി നമ്മൾ ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക? ഒന്നാമതായി സർഫേസ്. സർഫേസ്. രണ്ടാമത് ഇൻഡിക്കേറ്റ് എനി ഡിവൈസ്. മൂന്നാമത് ഡേയ്സ് ഓർ ഡേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സർഫേസ് എന്ന ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ കെപ്റ്റ് എ ബുക്ക് ഓൺ ദ ടേബിൾ. ടേബിൾ എന്ന ഒരു സർഫേസ്. ടേബിളിന് മുകളിൽ ഞാനൊരു ബുക്ക് വച്ചു എന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ കെപ്റ്റ് എ ബുക്ക് ഓൺ ദ ടേബിൾ. അപ്പോൾ ബുക്ക് ഞാൻ ആ ടേബിളിന് മുകളിൽ വച്ചു എന്ന് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സർഫേസിനെ സൂചിപ്പിക്കുന്നതിന് സർഫേസായ ടേബിളിന് മുകളിലാണല്ലേ നമ്മളെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഓൺ ദ ടേബിൾ എന്ന് നമ്മൾ യൂസ് ചെയ്യും. ഇനി ഇൻഡിക്കേറ്റ് ഡിവൈസ് എന്ന് ഞാൻ പറഞ്ഞു. അതിന് എക്സാമ്പിൾ ഏതാണ്? ഹീ ഈസ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. ഫോൺ എന്ന ഒരു ഡിവൈസ്, അല്ലെങ്കിൽ നമുക്ക് റേഡിയോ ആകാം, കമ്പ്യൂട്ടർ ആകാം, എന്തും നമ്മൾക്ക് ഡിവൈസായിട്ട് കൂട്ടാം. അപ്പം ഡിവൈസിന് മുൻപിലും എപ്പോഴും നമ്മൾ ഓൺ മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ഹീ ഈസ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഡേയ്സിനും ഡേറ്റിനും മുൻപേ ഓണെ ഉപയോഗിക്കൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇൻ ഉപയോഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? മന്തിനും ഇയറിനും മുൻപേ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു കോഡ് വേർഡ് ഞാൻ പഠിപ്പിച്ചു. IMY അല്ലേ? ഐ മീൻ. അതുപോലെ ഓൺ നമ്മൾ മന്തിലും ഡേയിലും ഡേറ്റിലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു കോഡ് ഭാഷയുണ്ട്. ഓഡ്. ഓണിൻ്റെ ഓയും ഡേയ്സിൻ്റെ ഡിയും ഡേറ്റിൻ്റെ ഡിയും. അപ്പോൾ നമ്മൾ കലണ്ടർ മെത്തേഡ് വെച്ചിട്ട് ഓർത്തിരിക്കാൻ ഒരു സൂത്രവാക്യമാണ് ഓഡ്. അപ്പോൾ ഓൺ ആണ് എപ്പോഴും ഡേറ്റിനും ഡേയ്സിനും മുൻപേ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കിയേ. ഐ വാസ് ബോൺ ഓൺ ജൂൺ 10. അതായത് 10th ജൂണിന് മുൻപേ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഓൺ ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഐ വിൽ ബി ദെയർ ഓൺ സൺഡേ. സൺഡേയിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പം ഒരു ഡേറ്റിനും ഡേയ്സിനും മുൻപേ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു സർഫേസിനെ സൂചിപ്പിക്കാൻ, സർഫേസിലൊരു സാധനം വെച്ചു, ഒരു സർഫേസിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഈ സർഫേസിന് വേറൊരു എക്സാമ്പിൾ നമ്മൾ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതെ. ബസ് എന്നുള്ള ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, എവിടെയൊക്കെയാണ് ഓൺ ഉപയോഗിക്കേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. സർഫേസ്, ഇൻഡിക്കേറ്റ് എനി ഡിവൈസ് ഓർ ഡേയ്സ് ആൻഡ് ഡേറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഓൺ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് തെറ്റില്ല. ഇനി ഓണിൻ്റെ കുറച്ച് കോമൺ ഉപയോഗങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. എവിടെയൊക്കെയാണ്? ഓൺ ദ ഫ്ലോർ എന്നേ പറയൂ. ഓൺ TV, ഓൺ റേഡിയോ, ഓൺ കമ്പ്യൂട്ടർ, ഓൺ എ ബസ്, ഓൺ എ പ്ലെയിൻ, on a train, on a bicycle or on a bike, otherwise on a cycle.
ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോ. അപ്പോൾ അത് ഓണിൻ്റെ ഉപയോഗം നമ്മൾ കുറേ ബൈഹാർട്ട് ചെയ്തോളൂ. ഓൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ അടുത്തത് നമുക്ക് അറ്റിൻ്റെ പ്രയോഗം. അടുത്ത പ്രൊപ്പോസിഷനായ അറ്റ്. അറ്റ് എന്നാൽ നെക്സ്റ്റ് ടു അല്ലെങ്കിൽ അടുത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അറ്റ് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. അതായത് നിയർ എന്നൊരു മീനിങ് വരും. അറ്റ് ദ ടേബിൾ എന്ന് വെച്ചാൽ ടേബിളിനടുത്ത് അവൻ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരാൾ ടേബിളിനടുത്ത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. ഓക്കെ, പിന്നെ നമുക്ക് ഡോറിൽ ഒരാൾ ചാരി നിൽക്കുവാണ്, അല്ലെ അവിടെ പോയി നിൽക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. ഓക്കെ, എങ്ങനെ പറയും? ഷീ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. അപ്പോൾ നമ്മൾ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ അടുത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് അറ്റ് ദ ടേബിൾ ഓർ അറ്റ് ദ ഡോർ. ഓക്കെ, പിന്നെ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് പ്ലേസിന് മുൻപേ, സ്മോൾ ടൗൺസിന് മുൻപേ, പിന്നെ ടൈം എന്ന് പറഞ്ഞാൽ ഈ അവേഴ്സിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ പ്ലേസ് ആണ് നമ്മൾ പറഞ്ഞത്. ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. ഒരു പ്ലേസിനെ സൂചിപ്പിക്കാൻ ആ ടേബിൾ. അവൾ എവിടെ എന്ന് ചോദിച്ചാൽ അവൾ ആ ഡോറിനടുത്തുണ്ട്. ഷീ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. ആ വാതിലിനടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് ആ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്നത്. അതൊക്കെ. പിന്നെ നമ്മൾ സ്മോൾ ടൗണിന് മുൻപേ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ബിഗ് പ്ലേസ്, ഇപ്പം നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ? ഇപ്പോൾ സ്മോൾ ടൗൺ ഒക്കെ, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അറ്റ് പാലാരിവട്ടം, അറ്റ് വെണ്ണല. ഓക്കെ, അത് ഇൻ എറണാകുളം എന്ന് പറയുന്നതിൻ്റെ ആ വലിയ സിറ്റീസിനെ സൂചിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ സ്മോൾ ടൗണിനെ, സ്മോൾ നമ്മുടെ കവലയോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ആ ഒരു പ്രദേശത്തെ സൂചിപ്പിക്കാനും അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് സ്മോൾ ടൗൺ. സ്മോൾ ടൗണിനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ടൈമിനെ സൂചിപ്പിക്കാനാണ്. ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ് 9 o'clock, അറ്റ് 8 o'clock, അറ്റ് 10 o'clock എന്നൊക്കെ നമുക്ക് ടൈമിനെ സൂചിപ്പിക്കാനും നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് അറ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇതും നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. അറ്റ് ഹോം, അറ്റ് സ്കൂൾ, അറ്റ് ഓഫീസ്, അറ്റ് എ റിസപ്ഷൻ, പിന്നെ അറ്റ് ദ ഡോർ. ഇങ്ങനെയുള്ള കുറച്ച് കോമൺ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചാൽ അറ്റിൻ്റെ പ്രയോഗം നിങ്ങൾക്ക് തെറ്റില്ല. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഇന്നും ഓണും അറ്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവരെ 3 പേരെയും കൂടി നമുക്ക് ഓർത്തിരിക്കാൻ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും ബിഗ് ടു സ്മോൾ പറയാനാണ് ഇൻ, ഓൺ, അറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ഏറ്റവും വലുത് നമ്മൾ എല്ലാ വലിയ കാര്യങ്ങൾ പറയാൻ ഇന്നായിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ കൺട്രീസ്, സിറ്റീസ്, ഇയേഴ്സ്, അതെല്ലാം ബിഗസ്റ്റ് നമ്പറും ബിഗസ്റ്റ് പ്ലേസും ആണ്, അല്ലേ? ബിഗസ്റ്റ് നമ്പേഴ്സ്, ഇയേഴ്സ് പറയാൻ, കൺട്രീസ് പറയാൻ, സിറ്റീസ് പറയാൻ, ഇതെല്ലാം ഇന്നേ അവിടെ പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. ഓൺ എവിടെ ഉപയോഗിക്കുന്നത്? ഓൺ അതിനേലും തൊട്ടു താഴെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഓൺ ഉപയോഗിക്കുന്നത്. ഓൺ നമ്മൾ പറഞ്ഞു ഇനി സ്ട്രീറ്റിനെ സൂചിപ്പിക്കുവാനും പിന്നെ ഡേയ്സ് ആൻഡ് ഡേറ്റിനെ സൂചിപ്പിക്കുവാനും നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. ഇപ്പം കൺട്രീസിനേലും സിറ്റീസിനേലും ചെറുതാണ് സ്ട്രീറ്റുകളെല്ലാം, അല്ലേ? അതിനേലും ചെറുതാണ് ചെറിയ ടൗൺസ്,
അല്ല നമ്മൾ അഡ്രസ്സ് സൂചിപ്പിക്കാൻ, ടൗണിൽ നമ്മൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ഇന്ന സ്ഥലത്ത് എന്ന് സൂചിപ്പിക്കാനായിട്ട് അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നത് അല്ലേ. അത് ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതാണ് ഏറ്റവും ചെറുത്. അപ്പം ഇൻ, ഓൺ, അറ്റ് എന്നുള്ള ആ സൈഡിൽ ചെറുതായി. നമ്മളത് ഇയേഴ്സ്, കലണ്ടർ മെത്തേഡ് വെച്ചിട്ടാണെങ്കിലും ഇയേഴ്സിനെ സൂചിപ്പിക്കാൻ ഇന്നും, ഡേയ്സ് ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇയറിനേലും കുറച്ചും കൂടെ കുറഞ്ഞതാണ് അല്ലേ, ഡേയ്സും ഡേറ്റും. അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഓണും, പിന്നെ അവേഴ്സിനെ സൂചിപ്പിക്കാൻ അറ്റും ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ഒരു ത്രികോണാകൃതി ഉൾട്ട ആക്കിയിട്ടാൽ, തിരിച്ചിട്ടാൽ നമുക്ക് ഓർത്തിരിക്കാം ഏറ്റവും മേളിൽ വരുന്ന പോർഷൻ, ബിഗസ്റ്റ് പോർഷൻ ഇൻ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് ഇൻ എന്ന പ്രൊപ്പോസിഷൻ ആയിരിക്കും. ഓൺ എന്നത് ഡേയ്സ് ആൻഡ് ഡേറ്റ് ആൻഡ് സ്ട്രീറ്റ്. ദെൻ അറ്റ് എന്നുള്ളത് അവേഴ്സിനെ സൂചിപ്പിക്കാൻ, അവേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറയല്ലേ അറ്റ് 10 o'clock. അപ്പം ഡേയ്സിനേലും ഡേറ്റിനേലും പിന്നെയും താഴേക്കാണ് വരുന്നത് അല്ലേ. അപ്പം അറ്റ് എന്നുള്ളത് അവേഴ്സിനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇൻ, ഓൺ, അറ്റ് എന്ന പ്രപ്പോസിഷൻ എവിടെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും അടുത്ത ഇതിൻ്റെ ബാക്കി പ്രപ്പോസിഷനുമായി ഞാൻ വേഗം വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് മെസ്സേജിലേക്ക് മെസ്സേജും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ കാത്തിരിക്കുക. ബായ്.